സുഹൃത്തുക്കളെ മൈഗേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ SUFC കേരളത്തിലേക്ക് പിള്ളേരെ തെരഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഫുട്ബോൾ പ്ലേയേഴ്സിനെ തെരഞ്ഞിട്ട് SUFC കേരളത്തിലെ 2 ജില്ലകളിൽ ട്രയൽ നടത്താൻ പോവാണ്. ആ ട്രയലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ട്രയൽ ഇത്ര അർജൻറ്റായിട്ട് പറയാനുള്ള കാരണം ഈ ട്രയൽ വളരെ പെട്ടെന്ന് വരാൻ പോവാണ്. നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽ കിട്ടിയപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അർജൻറ്റായിട്ട് യാത്രക്കിടയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും SUFCൻ്റെ ട്രയൽ വരാൻ പോകുന്നത് വയനാട്ടിലാണ്. ഒരു ട്രയൽ നടക്കാൻ പോകുന്നത്. വയനാട്ടിൽ ട്രയൽ നടക്കുന്നത് 24-ാം തീയതി, ഏപ്രിൽ 24-ാം തീയതി തലപ്പുഴ വെച്ചിട്ടാണ്. വയനാട് മാനന്തവാടിക്കടുത്തുള്ള തലപ്പുഴ വെച്ചാണ് ട്രയൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ സീതി ഹാജി സ്റ്റേഡിയത്തിൽ വെച്ച്, എടവണ്ണയുള്ള സീതി ഹാജി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മറ്റൊരു ട്രയൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഡേറ്റ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ വയസ്സുള്ള കുട്ടികൾക്ക് ഈ ട്രയലിൽ പങ്കെടുക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ 24-ാം തീയതി വയനാട്ടിൽ വെച്ച് നടക്കുന്ന ട്രയൽ രാവിലെ 8 മണിക്ക് അണ്ടർ 13, അണ്ടർ 15 കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ട്രയൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 24-ാം തീയതി 12 മണിക്ക് അണ്ടർ 17, അണ്ടർ 20 കാറ്റഗറിയിലേക്കുള്ള ട്രയൽ നടക്കാൻ പോവാണ്. ഓക്കെ, അതുപോലെ തന്നെ എടവണ്ണ നടക്കുന്നത് 26-ാം തീയതിയും 25-ാം തീയതിയാണ് ട്രയൽ നടക്കുന്നത്. 25-ാം തീയതി 13, 15 കാറ്റഗറികൾക്ക്, അണ്ടർ 13, അണ്ടർ 15 കാറ്റഗറികൾക്ക് 25-ാം തീയതിയും, അതുപോലെ തന്നെ 26-ാം തീയതി ട്രയൽ നടക്കാൻ പോകുന്നത് അണ്ടർ 20, അണ്ടർ 70 കാറ്റഗറികൾക്ക് ആയിരിക്കും. ഓക്കെ, എടവണ്ണ വെച്ച് നടക്കുന്ന ട്രയൽ രാവിലെ 8 മണിക്കായിരിക്കും 2 ദിവസം തുടങ്ങുക. സോ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അവിടെ പ്രിപ്പയർഡായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ SUFC എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. SUFCൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ സെൻട്രൽ സ്വന്തമായി ഗ്രൗണ്ടുള്ള ടീമാണ് SUFC എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകൻ ഉണ്ടല്ലോ, ടെറി ഫിലാനാണ് ഈ ഒരു ക്ലബിൻ്റെ ഇപ്പോഴത്തെ ടെക്നിക്കൽ ഡയറക്ടർ. അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ CEO ആണ് റഫീഖ് സാറാണ് ഇപ്പോൾ ഇതിൻ്റെ CEO. അതോടൊപ്പം ഡ്യൂറൻ കപ്പ് അടുത്ത വർഷം കളിക്കാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. സെക്കൻഡ് ഡിവിഷൻ നിലവിൽ കളിക്കുന്നുണ്ട്. അത് ബാംഗ്ലൂർ ലീഗ് കളിക്കുന്ന ടീമാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള, ഇപ്പം നമ്മളെ കേരളത്തിലെ സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീമിലുള്ള മെമ്പേഴ്സ് പോലും അടുത്ത വർഷം സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ് SUFC എന്ന് പറയുന്നത്. സോ SUFCൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡ്, അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ട് നിങ്ങൾ ഈ പറയപ്പെട്ട ഡേറ്റുകളിൽ, പറയപ്പെട്ട സ്ഥലങ്ങളിൽ, പറയപ്പെട്ട കാറ്റഗറിക്ക് ട്രയൽ നടക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി ഷെയർ ചെയ്യാനുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയിക്കാനുള്ള ആളുകൾ അറിയിക്കുക. എത്രയും പെട്ടെന്ന് ട്രയലിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അടിപൊളിയായിട്ട് ട്രയലിന് പങ്കെടുക്കുക. പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.